പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇന്നലത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉത്തരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തത് 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി 2017-18 മുതൽ കുടുംബശ്രീയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് വിശപ്പുരഹിത കേരളം. ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ 1098, ക്രൈം സ്റ്റോപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ 1090. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത് 1957 കമ്മിറ്റിയാണ് ബൽവന്തറായ് മേത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ ദുതയും ശുപാർശ ചെയ്തതാണ് അശോക് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്ര. എത്ര തരത്തിലുള്ള നഗരപാലികാ സംവിധാനമാണ് 73ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്? 2 തരത്തിലുള്ള. 1996 കേരളത്തിൽ നടപ്പാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം പദ്ധതി എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പദ്ധതിക്കായി നീക്കിവെക്കുന്നത്? 10%. ഭൂപടങ്ങളിലെത്തി മഞ്ഞനിറം സൂചിപ്പിക്കുന്നത് എന്താണ്? കൃഷിയിടങ്ങളാണ്. അപ്പോൾ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭൂവൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക സർക്കാർ ചെലവ് ഏതിനത്തിൽപ്പെടുന്നു? വികസന ചെലവാണ്. മഹാമാരികൾ, പ്രകൃതി ദുരന്തം എന്നിവ നേരിടാനുള്ള ചെലവുകളാണ് വികസനേതര ചെലവ്. കെട്ടിട നികുതി ഏതിനുദാഹരണമാണ്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരമുള്ള രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെ അറിയപ്പെടുന്നു? അത് കേന്ദ്ര ബജറ്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് RK ഷൺമുഖം ചെട്ടി. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന എന്താണ്? ധനനയം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഏത് ലോക നേതാവിൻ്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം? നെൽസൺ മണ്ടേല. കേരളത്തിലെ ഏത് ഭരണാധികാരിയുടെ നാണയമാണ് വീരരായൻ പണം? കോഴിക്കോട് സാമൂതിരി. 1917 മെയ് 29 ആരുടെ നേതൃത്വത്തിലാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2013. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത് എപ്പോഴാണ്? 2003. നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം 1957 ഏപ്രിൽ 27. എല്ലാവർക്കും നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്ന ദിനം, എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്നതാണ് ഏപ്രിൽ 27. ഇനി അടുത്തത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കാർഷിക മേഖലകളെ ഒന്നിപ്പിക്കുന്നത് എന്താണ്? സുവർണ ചതുഷ്കോണം ആണ്. സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 12 സംസ്ഥാനങ്ങളിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. കനോലി കനാൽ എന്ന് പറയുന്ന കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളുമായി ബന്ധിപ്പിക്കുന്നു? വേളി, കഠിനംകുളം കായൽ. കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട്. പിന്നെ ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഈ കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങളുടെ സവിശേഷതയായി വരുന്നത് എന്താണ്? ഇടനാടുകളാണ്. ജലലഭ്യതയും ഉപയോഗവും കണക്കാക്കിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു രാജ്യത്തിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയത് കേരളമാണ്. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവൻ ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷൻ എന്നാണ് ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി അടുത്തത്, ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനം ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുന്ന വൃത്തിയാക്കുകയും ചെയ്യുന്ന എന്താണ്? തെളിനീരൊഴുകും നവകേരളം. സമപന്തി ഭോജനം അയ്യാവൈകുണ്ഠസ്വാമികൾ. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എവിടെയാണ്? ഊരൂട്ടമ്പലമാണ്. അപ്പോൾ പരോക്ഷ സബ്സിഡിക്ക് ഉദാഹരണം നികുതി നിരക്ക് കുറക്കൽ, വാടകയ്ക്ക് കുറഞ്ഞ ഇനത്തിൽ പലിശ ഉണ്ടാക്കൽ ഇവയൊക്കെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ വനിതകളെ സംരക്ഷിക്കുന്ന സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാൻ പറ്റുന്നൊരു ചെറുകിട പദ്ധതിയാണ് തീരമൈത്രി എന്നാണ് പറയുന്നത്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നതാണ് വൈകല്യ പദ്ധതി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യ പദ്ധതി കൊടുക്കുന്നതാണ് വിദ്യാവാഹിനിയാണ്.
ഗോത്രവിഭാഗത്തിലുള്ള ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം കൊടുക്കുന്നതാണ് ജനനി ജന്മ രക്ഷാ പദ്ധതിയാണ്. തീരദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം. എന്നും തണുപ്പുള്ള ഗ്രഹമായി അറിയപ്പെടുന്നതാണ് യുറാനസ്. അപ്പോൾ സൗരയൂഥത്തിലെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി വാദിച്ചെടുത്താരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലൂടെ കാണപ്പെടുന്ന ചൊവ്വഗ്രഹങ്ങൾ പോലുള്ള ശിലാ കഷ്ണങ്ങളായിട്ട് ശുദ്ധഗ്രഹത്തിലുള്ളത്? അത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്.